ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കാരൽ ഫ്രൈ ചെയ്താലോ? ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കാരൽ എന്നാണ് പറയുന്നതെങ്കിലും ചില നാടുകളിലൊക്കെ ഇതിന് മുള്ളൻ ഫിഷ് എന്നും ബോണി ഫിഷ് എന്നും സിൽവർ ഫിഷ് എന്നും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്കൊരു സിസർ എടുത്തിട്ട് തലയും വാലും രണ്ട് സൈഡും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ആക്ച്വലി ഇതിന് ചെതുമ്പലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. മസാല എടുത്തിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് എടുത്തേക്കുന്നത്. അവരവരുടെ എരിവനുസരിച്ച് നമുക്ക് ഈ മസാല കൂട്ടിയും കുറച്ചും എടുക്കാം. ലേശം വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത മസാലയിൽ ഓരോ മീനായിട്ട് ഇട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റി വെച്ചേക്കാം. അപ്പോഴേക്കും ഈ മസാല എല്ലാം മീനിൽ പിടിക്കും. ഇനി ഒരു പാൻ എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് ഓരോ മീനായിട്ട് നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ മീനാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമുക്കിതൊന്നുകിൽ ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 2 to 3 മിനിറ്റ്സ് ഒരു സൈഡ് ഫ്രൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചിട്ട് അതേപോലെ തന്നെ 2 to 3 മിനിറ്റ്സ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം കൂടെ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കാരൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. സിമ്പിളായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.